ലൗദേത്തൂർ യേസൂസ് ക്രിസ്തുസ്. പ്രിയരെ, കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്ക സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്ര കഥനത്തിൻ്റെ 139 ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന കൽപ്പന വഴി കേരളത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് നയിച്ചത് വരാപ്പുഴ മെത്രാപ്പോലീത്ത ആയിരുന്ന ബർണദീൻ ബെച്ചിനെല്ലി പിതാവായിരുന്നു എന്നും ആ കൽപ്പന പുറപ്പെടുവിച്ചത് 1857 ആയിരുന്നുവെന്നും ആ കൽപ്പന പ്രകാരം 1857 തന്നെ ആദ്യ വിദ്യാലയം ആരംഭിക്കുന്നത് ചാത്യാത്ത് ആയിരുന്നുവെന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇനി നാം കടന്നു പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. ആ വിഷയമാകട്ടെ കൊച്ചു റോമ എന്ന വരാപ്പുഴയും മത്തേവൂസ് പാതിരിയുമാണ്. കൊച്ചിയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് അല്പം കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്നതും ബെറാപ്പോലിയത്ത് എന്ന് മിഷണറിമാർ പറഞ്ഞിരുന്നതുമായ വരാപ്പുഴയിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് മത്തേവൂസ് പാതിരിയാൽ നിർമ്മാണം ആരംഭിച്ചിരുന്നതും ഡച്ചുകാരുടെ അധിനിവേശത്തോടെ പണി നിലച്ചതുമായ ദൈവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് കൊല്ലവർഷം 860 അതായത് 1673 ഹെൻറിക് വാൻഡ്രീസ് നൽകിയ അനുവാദപ്രകാരമായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിക്ക് പുറത്ത് ചേരാനെല്ലൂർ കർത്താവിൻ്റെ ഭരണസീമയിൽപ്പെട്ട സ്ഥലങ്ങൾ ആയിരുന്നിട്ട് പോലും ചാത്തയാത്തും വരാപ്പുഴയിലും ഓരോ ബൃഹത്ത് ദേവാലയങ്ങൾ നിർമ്മിക്കുവാനുള്ള അനുവാദം 11 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമുള്ള 2 ചെമ്പു തകിടുകളിലായിട്ടായിരുന്നു ഹെൻറിക് വാൻഡ്രീസ് തയ്യാറാക്കി നൽകിയത്. ചാത്യാത്ത് പള്ളിയുടെ സ്ഥാപനത്തിനായി ഹെൻറിക് വാൻഡ്രീസ് നൽകിയ അനുമതി ചെപ്പേട് ചേരാനെല്ലൂർ കർത്താവായ വരേകാട് ഇരവിരാമൻ എന്ന രാമൻ കുമാരൻ കർത്ത പള്ളിക്കാവശ്യമായ 2.25 ഏക്കർ സ്ഥലം ദാനമായി നൽകിയതിൻ്റെ താടിയോലയിലുള്ള ആധാരം, മത്തേവൂസ് പാതിരി രചിച്ച് റോമിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന വിരിതാരിയും യൂറോപ്പേ, വിരിതാരിയും ഒറിയന്താലെ, മലബാറിലെ 300-ലധികം ദ്രാവിഡ വൈദ്യന്മാരെയും 3 ഗൗഡ സാരസ്വത വൈദ്യന്മാരെയും നേരിൽ കണ്ടും സംവദിച്ചും സ്വയാർജിത കഴിവുകൾ ഉപയോഗിച്ച് പരിശോധിച്ചും മത്തേവൂസ് പാതിരി തയ്യാറാക്കിയതും കൊച്ചിയിലെ ഡച്ച് ഗവർണറോറായ ഹെൻറിക് വാൻഡ്രീസ് എഡിറ്ററായി ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതുമായ ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി അഥവാ ഹോർത്തൂസ് ഇൻഡിക്കൂസ് മലബാറിക്കൂസിൻ്റെ 12 വോളിയങ്ങൾ അർണോസ് പാതിരി ചാത്യാത്ത് വെച്ച് രചിക്കുകയോ ഈണമിടുകയോ ചെയ്ത ഉമ്മാട് ദുഃഖം അഥവാ ദൈവമാതാവിൻ്റെ വ്യാകുല പ്രലാപം, ദൈവമാതാവിൻ്റെ വ്യാകുല പ്രബന്ധം, കൂദാശപ്പാന അഥവാ പുത്തൻപാന എന്നിവയുടെ താളിയോല പതിപ്പുകൾ ചാത്യാത്ത് പള്ളിയുടെ പുരാതനമായ വൈദിക മന്ദിരത്തിന് താഴെ ഉണ്ടായിരുന്ന പത്തായപ്പുരയിലും പള്ളിയുടെ പ്രധാന അൾത്താരയുടെ പിൻഭാഗത്തുണ്ടായിരുന്ന സങ്കീർത്തിയിലെ മരപ്പെട്ടിയിലും സൂക്ഷിച്ചിരുന്നു എന്നതിന് ഈ ലേഖകൻ തന്നെ സാക്ഷിയാണ്. ചാത്യാത്ത് പള്ളിയുടെ 3ാമത്തെ തദ്ദേശീയ വികാരി റവറൻ ഡോക്ടർ ജോസഫ് ചേന്നാട്ടും പിന്നീട് വന്ന മോൺസിഞ്ഞോർ ജോർജ് തോട്ടകത്തും 1960, 1965 കാലത്ത് ഇവ ഈ ലേഖകനെ കാണിച്ച് പരിശോധിച്ച് വേണ്ട കുറിപ്പുകൾ തയ്യാറാക്കി എടുത്തുകൊള്ളുവാൻ ആവശ്യപ്പെട്ടത് ഇന്നും മറക്കുവാനാവാത്ത അനുഭവങ്ങളാണ്. ഈ ലേഖകൻ്റെ പിതൃസഹോദരനായ ചാക്കോ വൈദ്യരുടെയും പയ്യപ്പള്ളി ദേവസിച്ചേട്ടൻ്റെയും വെളിയത്ത് പറമ്പിൽ അഗസ്റ്റിൻ ജോൺ എന്ന ലോനൻകുട്ടിച്ചേട്ടൻ്റെയും
ശുപാർശ പ്രകാരമായിരുന്നു ഈ രണ്ട് ശ്രേഷ്ഠ വൈദികരും ഇവയെല്ലാം ചരിത്രത്തിൽ താല്പര്യമുണ്ടായിരുന്ന ഈ ലേഖകനെ കാണിച്ചു തന്നത് എന്നതും മറക്കാവതല്ല. കാലം കടന്നുപോയപ്പോൾ ഭരണാധികാരികളുടെ ചരിത്രബോധമില്ലായ്മ മൂലവും മറ്റും ഇവയെല്ലാം ചിതലുകയറി നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തതായി കാണുന്നു. മത്തേവൂസ് പാതിരി നിർമ്മിച്ച മനോഹരമായ വൈദിക മന്ദിരം നശിപ്പിക്കപ്പെട്ടതും അടുത്ത് തന്നെ മറ്റൊരു വൈദിക മന്ദിരം ഉയർന്നു വന്നതും മറ്റൊരു ചരിത്രമാണല്ലോ. ഇതേ സമയം വരാപ്പുഴ പള്ളിയുടെ നിർമ്മാണത്തിനായി ഹെൻറിക് വാൻഡ്രീത് നൽകിയ അനുമതി ചെമ്പോല വരാപ്പുഴ പള്ളിയുടെ റെക്കോർഡ് റൂമിൽ സൂക്ഷിച്ചിരുന്നതായി രേഖകൾ ഉണ്ടെങ്കിലും അതും നഷ്ടപ്പെട്ടതായിട്ടാണ് അറിയുക. എങ്കിലും പള്ളിയുടെ പുനരുദ്ധാരണ ശേഷം 1923 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച വരാപ്പുഴ പള്ളി ചരിത്ര നിക്ഷേപം എന്ന പുസ്തകത്തിൻ്റെ 4, 5, 6 പുറങ്ങളിൽ പഴയ മലയാള ഭാഷയിൽ ചെപ്പേടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ അതേപടി തന്നെ ചേർത്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഈ അനുമതി പത്രം ശ്രീ ജോസഫ് മാനിഷാദ് മട്ടയ്ക്കൽ രചിച്ച വരാപ്പുഴ എൻ്റെ അതിരൂപത എന്ന ഗ്രന്ഥത്തിൻ്റെ 35-ാം പുറത്ത് ചേർത്തിരിക്കുന്നത് ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്രകാരമാണ്: കൊച്ചിയിൽ കൊട്ടക്കും അടങ്ങിയ കൊട്ടപ്പടികൾക്കും കർത്തനായിരിക്കുന്ന കുമതൂർ എഴുത്ത എന്നാൽ പ്രേ മത്തേസ കർമ്മലീത്ത പാതിരിക്ക വരാപ്പുഴ അലച്ചാന്ദ്രിയുടെ വീടിൻ്റെ ചേരെ ഉള്ള കുന്നുംപുറത്ത് ഒരു പള്ളി വെച്ചുകൊള്ളുമാറ് തക്കവണ്ണം നാം സമ്മതിച്ച ഈ സാധനവും തന്നു. എന്നാൽ ഈ വണ്ണം കൽപ്പിച്ച എഴുതിയ അമൈക്ക നവംബർ മാസം 17-ന് 1673 കൊച്ചിയിൽ കൊട്ടയിൽ എഴുത്ത. പ്രിയരെ, ഇതോടെ ചരിത്രപഥത്തിൻ്റെ 139-ാം ഭാഗം തീരുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് പരിചിന്തനം ചെയ്യാം. നന്ദി, നമസ്കാരം.